എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 9ാമത്തെ സർഗത്തിലെ 9 മുതൽ 8 വരിയുണ്ട്, എന്നാലും അതും കൂടി ചേർത്ത് 9 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഋഷ്യശൃംഖനെ കൊണ്ടുവരണം എന്ന് സുമന്ത്രര് പറയുകയാണ് ദശരഥനോട്. ഋഷ്യശൃംഖൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യാഗം സഫലമാകുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണ കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് ഈ ഒരു സർഗത്തിൽ, ചെറിയ സർഗമാണ്, നാളത്തോട് കൂടിയിട്ട് അത് തീരും. 20 ശ്ലോകമേ ഉള്ളൂ. അതിനെ തുടർന്നുള്ള സർഗത്തിലും ഋഷ്യശൃംഖൻ എങ്ങനെയാണ് ലോമപാദൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ അംഗരാജ്യത്തിലേക്ക്, അദ്ദേഹം ഭരിക്കുന്ന അംഗരാജ്യത്തിലേക്ക് വന്നത് എന്നുള്ള കഥയൊക്കെ ഒന്നുകൂടി വിസ്തരിച്ച് പറയുന്നുണ്ട്, ദശരഥൻ ചോദിച്ചിട്ട് തന്നെ. അപ്പോൾ ഇവിടെ പറയണത് ലോമപാദൻ എന്ന പേരുള്ളൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യം അംഗരാജ്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം നിർത്തി. 8ാമത്തെ ശ്ലോകത്തിൻ്റെ 2ാമത്തെ വരിയിൽ ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാൻ പറ്റുക. തസ്യ വ്യതിക്രമാദ് രാജ്ഞോ ഭവിഷ്യതി സുദാരുണ അനാവൃഷ്ടി സുഘോര വൈ സർവലോക ഭയാവഹ അനാവൃഷ്ട്യാം തു വൃത്തായാം രാജാ ദുഃഖസമന്വിത. തസ്യ വ്യതിക്രമാത്, തസ്യ രാജ്ഞ വ്യതിക്രമാത്, ആ രാജാവിൻ്റെ വ്യതിക്രമം കൊണ്ട്, ദുർഭരണം കൊണ്ട്, അല്ലെങ്കിൽ നേരായിട്ടുള്ള ഭരണം നടത്താത്തത് കൊണ്ട്, അവിടെ ദുർഭരണം ആയിക്കൊള്ളുന്നില്ല, വേണ്ടതൊന്നും ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് എന്നും പറയാം. അങ്ങനെ വന്നതുകൊണ്ട് ഭവിഷ്യതി, വരാൻ പോണ കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സനത് കുമാരൻ അങ്ങനെ മുമ്പ് പറഞ്ഞു വച്ചിട്ടുണ്ട്, ഭാവി കാലത്ത് ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത്. അപ്പോൾ ആ അംഗരാജ്യത്ത് വരാൻ പോകുന്നുണ്ട്. എന്താ വരാൻ പോണത്? സുദാരുണ അനാവൃഷ്ടി, അതിഭയങ്കരമായിട്ടുള്ള ഒരു വരൾച്ച, മഴയില്ല, വെള്ളമില്ലാത്തൊരു കാലം, അതാണ് വരാൻ പോണത്. അനാവൃഷ്ടി, വൃഷ്ടി ഒട്ടുമില്ല, വെള്ളം, ജലാശയങ്ങളൊക്കെ വറ്റി വരളുക, ഉണങ്ങുക, ചെടികളും ഇല്ല, മരങ്ങളും ഇല്ല, അങ്ങനത്തെ ഒരവസ്ഥ വരാൻ പോകുന്നുണ്ട് എന്നുള്ളത്. അതെങ്ങനെയായിരുന്നു? സുഘോര സർവലോക ഭയാവഹ, അത് ഭയങ്കര ഘോരമായിട്ട്, നമുക്കറിയാം വെള്ളമില്ലാത്ത അവസ്ഥ എത്ര കണ്ട് ഭീകരമാണ്, എല്ലാവർക്കും എത്ര കണ്ട് പേടിപ്പെടുത്തുന്നതാണ് എന്നുള്ളത്. അങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു അനാവൃഷ്ടി കാലം ആ അംഗരാജാവായിട്ടുള്ള ലോമപാദൻ ഭരിച്ചു കൊണ്ടിരുന്നപ്പോൾ സംഭവിച്ചു. അതെല്ലാ ജനങ്ങൾക്കും പേടിപ്പെടുത്തുന്നതുമാണ്, അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. സർവലോക ഭയാവഹ, അങ്ങനെ ജനങ്ങളൊക്കെ പേടിച്ചിരിക്കുകയാണ്. എന്നാണ്, എത്ര അടുത്തേക്കാണ് മരണം വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ, ആ പേടി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങുക, അങ്ങനത്തെയൊക്കെ അവസ്ഥകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനാവൃഷ്ട്യാം തു വൃത്തായാം രാജാ ദുഃഖ സമന്വിത, അങ്ങനെ ആ അനാവൃഷ്ടിയുടെ മൂർധന്യ അവസ്ഥയിൽ രാജാവിന് ഇനി എന്താ ചെയ്യേണ്ടത്, മഴ പെയ്യ്ക്കാൻ എന്താ ചെയ്യുക എന്നുള്ള ഒരാലോചന വന്നിട്ട്, ജനങ്ങളെ വേണ്ടതുപോലെ സംരക്ഷിക്കുന്നവനാണല്ലോ രാജാവ്, അത് വേണ്ടതുപോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വളരെ കഷ്ടമാണ്. ഒരു രാജാവിൻ്റെ അവസ്ഥ വളരെ ദുരിതപൂർണവും ദുഃഖപൂർണവും ഒക്കെ ആവും. അതുകൊണ്ട് രാജാവ് ആലോചിക്കുകയാണ് എന്ത് ചെയ്തിട്ടാണ് രാജ്യത്തിനെ ഇനി രക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെ ദുഃഖസമന്വിത രാജാ അനാവൃഷ്ട്യാം തു വൃത്തായാം, അനാവൃഷ്ടി വന്നു ചേർന്നപ്പോൾ രാജാവ് ദുഃഖത്തോടു കൂടിയവനായി, വല്ലാതെ ദുഃഖിതനായി തീർന്നു. എന്നിട്ട് അപ്പോൾ സാധാരണ എന്താ ചെയ്യുക? രാജാവ് ഒറ്റയ്ക്കല്ലല്ലോ അതിനെയൊന്നും നേരിടേണ്ടി വരിക. അതായത് രാജ്യത്തൊരു വലിയ ഉപദേശക സമിതിയുണ്ട്, അവരെയൊക്കെ വിളിച്ചു വരുത്തി. അതാണ് 10ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ബ്രാഹ്മണാൻ ശ്രുത സമൃദ്ധാൻ സമാനീയ പ്രവക്ഷ്യതി ഭവന്ത ശ്രുതകർമാണോ ലോകചാരിത്രവേദിന. രാജാവ് എന്താ ചെയ്തത്? ആ രാജ്യത്തെ ബ്രാഹ്മണരെ മുഴുവനും, അല്ലെങ്കിൽ ആ ഒരു വലിയ സമിതി ഉണ്ടാവും, ഉപദേശക സമിതി, ആ ഉപദേഷ്ടാക്കളായിട്ടുള്ള നല്ല പണ്ഡിതന്മാരായിട്ടുള്ള ബ്രാഹ്മണരെ, അവരെ വിളിച്ചു വരുത്തി. അതാണ് ശ്രുത സമൃദ്ധാൻ ബ്രാഹ്മണാൻ സമാനീയ പ്രവക്ഷ്യതി. ഇതൊക്കെ പ്രവക്ഷ്യതി പറയും, ഭാവികാലാണ്. ആ ബ്രാഹ്മണരെ, നന്നായി വിദ്യാഭ്യാസമുള്ളവരായ, വിദ്യാസമ്പന്നരായിട്ടുള്ള, വേദങ്ങളൊക്കെ നല്ലവണ്ണം പഠിച്ചിട്ടുള്ളവരായ ബ്രാഹ്മണരെ വിളിച്ചു വരുത്തിയിട്ട്, ആ സമിതി വിളിച്ചു വരുത്തിയിട്ട് പ്രവക്ഷ്യതി, രാജാവ് ഇപ്രകാരം ചോദിക്കും. എന്താണ്? ഭവന്ത ശ്രുതകർമാണോ ലോകചാരിത്രവേദിന, നിങ്ങളെല്ലാവരും തന്നെ നല്ല പണ്ഡിതന്മാരാണല്ലോ, അറിവുള്ളവരാണല്ലോ, ശ്രുതകർമാക്കൾ, അതായത് യാഗാദി കർമ്മങ്ങളെ പറ്റിയിട്ട് നന്നായി പഠിച്ചിട്ടുള്ളവർ,
കർമ്മങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിവുള്ളവർ, അതായത് ഒരു രാജ്യത്ത് അനാവൃഷ്ടി പോലെയുള്ള ദുരിതങ്ങൾ വന്നു ചേരുമ്പോൾ അവിടെ എന്താണ് അതിനുള്ള പ്രായശ്ചിത്തം, പരിഹാരം എന്ന് അറിയുന്നവർ, അതാണ് ശ്രുതകർമ്മാണ്. മാത്രമല്ല ലോക ചാരിത്രവേദിന, ലോകത്തിൻ്റെ ചരിത്രം എങ്ങനെയാണ് മുമ്പാക്കം പോകുന്നത്, ലോകത്തെപ്പറ്റി നന്നായി അറിയുന്നവർ, ഇവർക്ക് എന്താണ് ഒരു പരിഹാരം നിർദ്ദേശിക്കേണ്ടത് എന്ന് അറിയുന്നവരായിട്ടുള്ള അല്ലയോ ബ്രാഹ്മണരെ, നിങ്ങൾ എനിക്ക് വേണ്ടത് പറഞ്ഞു തരൂ. നിങ്ങൾക്ക് നല്ല അറിവുള്ളവരാണല്ലോ, വേദപാരംഗതന്മാരാണ് നിങ്ങളൊക്കെ, അതുകൊണ്ട് ഉപദേശിച്ചു തരൂ. അതാണ് 11ാമത്തെ ശ്ലോകത്തിൽ പറയണത്. സമാദിശന്തു നിയമം പ്രായശ്ചിത്തം യഥാ ഭവേത് ഇത്യുക്ത്വാസ്തേ തതോ രാജ്ഞാ സർവേ ബ്രാഹ്മണ സത്തമാഃ. സമാദിശന്തു നിയമം പ്രായശ്ചിത്തം യഥാ ഭവേത്. അവരോട് പറയാണ്, എനിക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തരൂ. എന്താണ് നിയമം, ഇങ്ങനെയുള്ള ഒരു സമയത്ത് നീതിയും നിയമവും ഒക്കെ എങ്ങനെയാണ് നടപ്പിൽ വരുത്തേണ്ടത്, ഞാൻ ചെയ്ത തെറ്റെന്താണ്, അതിനെന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു തരൂ എന്നുള്ള ഒരു ഉപദേശം ആഗ്രഹിച്ചുകൊണ്ട് ബ്രാഹ്മണരോട്, അവിടെ കൂടി വിളിച്ചു കൂട്ടിയവരായിട്ടുള്ള ബ്രാഹ്മണരോട് രാജാവ് ഇപ്രകാരം ചോദിച്ചു. അങ്ങനെ രാജാവിനാൽ പറയപ്പെട്ടവരായിട്ടുള്ള ബ്രാഹ്മണർ, അതാണ് ഇത്യുക്ത്വാസ്തേ തതോ രാജ്ഞ സർവേ ബ്രാഹ്മണ സത്തമാഃ. അങ്ങനെ അവിടെ കൂടിച്ചേർന്നിരിക്കുന്നവരായിട്ടുള്ള എല്ലാ ശ്രേഷ്ഠന്മാരായിട്ടുള്ള അറിവുള്ളവരായിട്ടുള്ള ബ്രാഹ്മണരും രാജാവിനാൽ ക്ഷണിക്കപ്പെട്ടവരാണ്. അവരിപ്രകാരം രാജാവിനോട് പറയും. അതാണ് ഇത്യുക്ത്വ, രാജാവിനാൽ ഇങ്ങനെ പറയപ്പെട്ടത് കൊണ്ട് അവിടെ കൂടിച്ചേർന്ന തതോ, അവിടെ കൂടിച്ചേർന്നവരായിട്ടുള്ള ആ ബ്രാഹ്മണരൊക്കെ തന്നെ അതിനുശേഷം നല്ല പണ്ഡിതന്മാരാണ്. അവരെന്ത് ചെയ്തു, അതാണ് 12ാമത്തെ ശ്ലോകത്തിൽ പറയണത്. വക്ഷ്യന്തി തേ മഹീപാലം ബ്രാഹ്മണ വേദപാരഗ വിഭാണ്ഡകസുതം രാജൻ സർവോപായൈരിഹാനയ. അവർക്ക് രാജാവിനോട് പറയാൻ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അതാണ് തേ വേദപാരഗാഹ ബ്രാഹ്മണാഹ മഹീപാലം വക്ഷ്യന്തി. ആ വേദപാരംഗതന്മാരായിട്ടുള്ള, വേദത്തിനെ പറ്റി നന്നായി പഠിച്ചിട്ടുള്ള, വേദത്തിനെ പറ്റിയല്ല വേദം നന്നായി അറിഞ്ഞിട്ടുള്ള, 4 വേദങ്ങളും നന്നായി പഠിച്ചിട്ടുള്ളവരായ ബ്രാഹ്മണ സത്തമന്മാർ അവർ മഹീപാലം വക്ഷ്യന്തി, രാജാവിനോട് ഇപ്രകാരം പറയും. എന്താ പറയുന്നത്? അല്ലയോ മഹാരാജാവേ, ഹേ രാജൻ, സർവോപായൈഹി ഇഹ വിഭാണ്ഡകസുതം ആനയ. എന്തുപായം എടുത്തിട്ടായാലും വേണ്ടില്ല, എന്ത് മാർഗം സ്വീകരിച്ചിട്ടായാലും വേണ്ടില്ല, വിഭാണ്ഡകസൂനുവായിട്ടുള്ള, വിഭാണ്ഡകൻ എന്ന പേരുള്ള മുനിയുടെ പുത്രനായിട്ടുള്ള ഋഷ്യശൃംഗനെ ഇഹ, ഇഹ എന്ന് പറഞ്ഞാൽ അംഗരാജ്യത്തിലേക്ക് ആനയ കൊണ്ടുവന്നാലും, ആ ഋഷ്യശൃംഗൻ യാഗം നടത്തിയാലേ മഴ പെയ്യുള്ളൂ. അതിനു വേണ്ടിയിട്ട് കാട്ടിൽ നിന്ന് എന്ത് മാർഗം അവലംബിച്ചാലും വേണ്ടില്ല, അങ്ങനെ ഋഷ്യശൃംഗനെ കൊണ്ടുവരണം എന്ന് ബ്രാഹ്മണരൊക്കെ രാജാവിനോട് ഉപദേശിച്ചു. എന്നിട്ട് 13ാമത്തെ ശ്ലോകത്തിൽ 3 വരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആനായ്യതു മഹീപാല ഋഷ്യശൃംഗം സുസത്കൃതം വിഭാണ്ഡകസുതം രാജൻ ബ്രാഹ്മണം വേദപാരകം പ്രയച്ഛ കന്യാം ശാന്താം വൈ വിധിനാ സുസമാഹിത. എന്നിട്ടോ കൊണ്ടുവന്നാൽ മാത്രം പോരാ, യാഗം ചെയ്യിക്കണം എന്നല്ല ആദ്യം പറയണത്. പിന്നെന്താ പറയണത്? ഹേ മഹീപാല, അല്ലയോ മഹി, ഭൂമിയെ പരിപാലിക്കുന്നവനെ മഹാരാജാവേ, അങ്ങ് എന്തു ചെയ്യണം? സുസത്കൃതം ഋഷ്യശൃംഗം ആനായ്യ, ഋഷ്യശൃംഗനെ നന്നായി സത്കരിച്ച് ആനയിച്ചു കൊണ്ടുവന്നിട്ട്, അതായത് ഋഷ്യശൃംഗൻ ഒരു കാട്ടിൽ താമസിക്കുന്ന മഹാമുനിയാണ്, എന്നാലും അദ്ദേഹത്തെ വേണ്ടതുപോലെ പരിചരിച്ച് സത്കരിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക്, രാജ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട്, 2ാമത്തെ വരിയിലും ഋഷ്യശൃംഗൻ്റെ വിശേഷണങ്ങളാണ്. വിഭാണ്ഡകസുതം ബ്രാഹ്മണം വേദപാരകം സുസത്കൃതം ഋഷ്യശൃംഗം ആനായ്യ. അല്ലയോ മഹീപാല, മഹാരാജാവേ, അങ്ങ് ബ്രാഹ്മണനായിട്ടുള്ള വേദങ്ങൾ മുഴുവൻ പഠിച്ചിരിക്കുന്നവനായ വിഭാണ്ഡകൻ്റെ പുത്രനായ ഋഷ്യശൃംഗനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് എന്തു ചെയ്യണം? കന്യാം ശാന്താം വിധിന പ്രയച്ഛ, സുസമാഹിത വിധിന പ്രയച്ഛ. വളരെ ശാന്ത മനസ്സോടു കൂടിയിട്ട് അങ്ങയുടെ പുത്രിയായിട്ടുള്ള ശാന്തയെ വിധിപ്രകാരം ഋഷ്യശൃംഗന് വേളി കഴിച്ചു കൊടുക്കണം. അതാണ് പറയണത്.
യാഗം ചെയ്യിക്കണം എന്നുള്ളത് പിന്നെയാണ് പറയണത്. ആദ്യം ഒരു കുടുംബം ഉള്ളവനാക്കണം. അങ്ങനെയുള്ള ആൾക്കേ യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യിക്കാനുള്ള അധികാരമുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വേറെ ആരെയും അന്വേഷിക്കേണ്ട, അങ്ങയുടെ മകളെ തന്നെ, ശാന്ത എന്നു പേരുള്ള ലോമപാദൻ്റെ പുത്രി അല്ല, ശരിക്കും ദശരഥൻ്റെ പുത്രി തന്നെയാണ്, അംഗരാജാവിന് ദത്ത് കൊടുത്തതാണ്. അപ്പോൾ ആ ശാന്തയെ ഋഷ്യശൃംഗന് വിവാഹം കഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പോണത്. അതിനെപ്പറ്റി ഇപ്പോൾ പറയണില്ല. അങ്ങനെ വിവാഹം കഴിച്ച് കൊടുക്കണം. വളരെ ശാന്ത മനസ്സോട് കൂടിയിട്ട്, അതായത് ഒരു രാജകുമാരിയാണ്, തൻ്റെ പുത്രിയാണ് എന്നും പറയാം, അല്ലെങ്കിൽ അയോധ്യയുടെ പുത്രിയാണെന്നും പറയാം. ഏതൊക്കെ വിധത്തിലായാലും രാജകുമാരിയാണ് ശാന്ത. അങ്ങനെയുള്ള ശാന്തയെ വിവാഹം കഴിച്ച് കൊടുക്കുന്നത് ഒരു വേദപാരകനായിട്ടുള്ള ഒരു ഋഷീശ്വരനാണ്. അതുകൊണ്ടാണ് സുസമാഹിതമായ ചിത്തത്തോട് കൂടിയിട്ട്, മനസ്സോട് കൂടിയിട്ട് വേണം കൊടുക്കാൻ. അതായത് മനസ്സിലെ ശാപവാക്കുകളോ നശിച്ചു പോട്ടെ എന്നുള്ള ചിന്തകളൊന്നും പാടില്ല. ആ ഋഷീശ്വരൻ വേണം പിന്നെ അംഗരാജ്യം രക്ഷിക്കാൻ. മരുമകനായിട്ടാണ് വരണത്, ഋഷീശ്വരനാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ ഇനി അംഗരാജ്യത്തിൽ മഴ പെയ്യുള്ളൂ. അതുകൊണ്ട് സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ മകളെ വിവാഹം ചെയ്തയക്കണം എന്നാണ് ആദ്യം തന്നെ പറയണത്. നമുക്ക് 14ാമത്തെ ശ്ലോകം കൂടി നോക്കാം. തേഷാം തു വചനം ശ്രുത്വാ രാജാ ചിന്താം പ്രപത്സ്യതേ കേനോപായേന വൈശക്യമിഹാനേതും സവീര്യവാൻ. തേഷാം ബ്രാഹ്മണാനാം വചനം ശ്രുത്വാ, ആ ബ്രാഹ്മണരെ ഉപദേശിച്ചു കൊടുത്തത് കേട്ടിട്ട്. എങ്ങനെയാ ഈ വിഭാണ്ഡകസുതനായിട്ടുള്ള ഋഷ്യശൃംഗനെ കൊട്ടാരത്തിലേക്കൊക്കെ കൊണ്ടുവരുന്നത്? അതാണ് ചിന്താം പ്രപത്സ്യതേ, അങ്ങനെയുള്ള ചിന്തയെ പ്രാപിക്കും. ഒക്കെ ഭാവികാലാണ്. എന്ത് വിചാരിച്ചിട്ട്? കേന ഉപായേന ഇഹ ഋഷ്യശൃംഗം ആനേതും ശക്യം. വളരെ വീര്യവാനായിട്ടുള്ള രാജാവാണ്. സ വീര്യവാൻ ലോമപാദ, അംഗരാജ്യത്തിലെ രാജാവാണ്. രാജാവിനെ പറ്റിയിട്ടാണ് പറയണത്. അദ്ദേഹം എങ്ങനെ ഈ ഋഷ്യശൃംഗനെ അംഗരാജ്യത്തിലേക്ക് കൊണ്ടുവരും എന്ന് ആലോചിച്ചു. കേന ഉപായേന ഋഷ്യശൃംഗം ആനേതും ശക്യം ഇതി ചിന്താം പ്രപത്സ്യത്തെ. വീര്യവാനായിട്ടുള്ള രാജാവ് ചിന്തിക്കുകയും ചെയ്യും എന്നാണ് സനത്കുമാരൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഋഷ്യശൃംഗനെ കൊണ്ടുവന്നാൽ ഇവിടെ യാഗം ഭംഗിയായിട്ട് നടത്താൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഋഷ്യശൃംഗനെ കൊണ്ടുവരിക എന്നുള്ളത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് അടുത്ത മാർഗം എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. അനാവൃഷ്ടി സുഘോരാ വൈ സർവലോകഭയാവഹ അനാവൃഷ്ട്യാം തു വൃത്തായാം രാജാ ദുഃഖസമന്വിത ബ്രാഹ്മണാൻ ശ്രുതസംവൃദ്ധാൻ സമാനീയ പ്രവക്ഷ്യതി ഭവന്തഃ ശ്രുതകർമാണോ ലോകചാരിത്രവേദിന സമാദിശന്തു നിയമം പ്രായശ്ചിത്തം യഥാ ഭവേത് ഇത്യുക്ത്വാസ്തേ തതോ രാജ്ഞാ സർവേ ബ്രാഹ്മണസത്തമാ വക്ഷ്യന്തി തേ മഹീപാലം ബ്രാഹ്മണാ വേദപാരഗാ വിഭാണ്ഡകസുതം രാജൻ സർവോപായൈരിഹാനയാ ആനായ്യതു മഹീപാല ഋഷ്യശൃംഗം സുസത്കൃതം വിഭാണ്ഡകസുതം രാജൻ ബ്രാഹ്മണം വേദപാരകം പ്രയച്ഛ കന്യാം ശാന്താം വൈ വിധിനാ സുസമാഹിത. തേഷാം തു വചനം ശ്രുത്വാ രാജാ ചിന്താം പ്രപത്സ്യതേ കേനോപായേന വൈശക്യമിഹാനേതും സവീര്യവാൻ. അങ്ങനെ എങ്ങനെയാണ് ആ ഋഷ്യശൃംഗനെ കൊണ്ടുവരേണ്ടത് എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അംഗരാജാവ്. ദശരഥനല്ല, ഇതിപ്പോൾ സുമന്ത്രര് സനത്കുമാരൻ പറഞ്ഞു കേട്ട കഥ, ഋത്വിക്കുകൾ പറഞ്ഞതായിട്ടുള്ള കഥ ദശരഥനോട് പറയാണ്. എത്ര കൈ വഴികൾ മറിഞ്ഞാണ് വരണത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.